എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് എന്നതിനെ പറ്റി ഒരു വിശദീകരണമാണ്. കഴിഞ്ഞ വീഡിയോയിൽ 8 GB നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് ലാഭിക്കാമെന്നതിൽ ക്ലൗഡ് സ്റ്റോറേജിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് എന്നതിലോട്ട് നമുക്ക് കടക്കാം. ക്ലൗഡ് സ്റ്റോറേജ് എന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഫയൽസ് തുടങ്ങിയവ ഇൻ്റർനെറ്റ് വഴി ഒരു സെർവറിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സംവിധാനത്തിനെയാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ലോകത്ത് എവിടെയിരുന്നും ഏത് ഫോൺ ഉപയോഗിച്ചും അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ചും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കമ്പനീസ് ഉണ്ട്. അവരുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ഗൂഗിൾ ഡ്രൈവ്, മെഗാ, വൺ ഡ്രൈവ്, ഐക്ലൗഡ്, ഡ്രോപ്ബോക്സ് തുടങ്ങിയവയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലൗഡ് സ്റ്റോറേജിൽ നമ്മളൊരു ഫോട്ടോസ്, വീഡിയോസ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫോണിലല്ല സ്റ്റോർ ചെയ്യുന്നത് എന്നത് വളരെ രസകരമായ ഒരു ഫാക്റ്റാണ്. പിന്നെ അത് എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളൊരു സംശയം വരും. അത് മറ്റൊന്നുമല്ല, ക്ലൗഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെ ഡേറ്റാ സെൻ്ററുകളിലേക്കാണ് അത് ചെല്ലുന്നത് എന്നുള്ളതാണ്. ഡേറ്റാ സെൻ്റർ എന്ന് പറയുന്നതിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് ഈ ക്ലൗഡ് സ്റ്റോറേജ് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് വന്നത് എന്നുള്ളതിലേക്ക് കടക്കാം. 1960 കാലയളവിൽ JRC ലിക് ലീഡർ എന്ന ഒരു വ്യക്തിയാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്നൊരു ആശയം കൊണ്ടുവന്നത്. പിന്നീട് 1994-99 കാലയളവിൽ AT&T എന്ന കമ്പനി അതിനെ ആദ്യമായിട്ട് അവർ ഓൺലൈനിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നൊരു സംവിധാനത്തിൽ കൊണ്ടുവരികയുണ്ടായി. പിന്നീട് 2006 ആയപ്പോഴത്തേക്കും ആമസോൺ ക്ലൗഡ് സ്റ്റോറേജ് എന്നൊരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. പിന്നീടാണ് ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്ബോക്സ്, മെഗാ എന്ന് തുടങ്ങിയ ആളുകൾ എന്നീ കമ്പനികൾക്ക് അതൊരു പ്രചോദനമാകുകയും അവരൊരു വഴിത്തിരിവാകുകയും ചെയ്തത് ഈ ആമസോൺ ആണെന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ക്ലൗഡ് സ്റ്റോറേജുകൾ പ്രൊവൈഡിങ്, ഒരുപാട് ക്ലൗഡ് സ്റ്റോറേജിങ് വളർന്നു വന്നത് എന്നുള്ളതാണ്. ഈ ക്ലൗഡ് സ്റ്റോറേജിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. അത് ഏതൊരു കാര്യം എടുത്താലും അങ്ങനെയാണ്, അതിന് നെഗറ്റീവ്സ് ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് എന്നത് പറയാം. ഒന്നാമത്, നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ ഡേറ്റ അതിന് വേണ്ടി വരും എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് കാണുമ്പോൾ, റീൽസ് കണ്ടാലും നമ്മുടെ ഡേറ്റ പോകുമെന്നുള്ളതാണ്. രണ്ടാമതായി, അതായത് ഗൂഗിൾ ഡ്രൈവ് ആയാലും മെഗാ തുടങ്ങിയ ക്ലൗഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നവ നമുക്ക് ഗൂഗിളിലായാലും 15 GB വരെ നമുക്ക് മാക്സിമം നമ്മുടെ ഡേറ്റകൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മെഗയിലായി കഴിഞ്ഞാൽ 20 GB നമ്മുടെ ഫയൽസും വീഡിയോസും തുടങ്ങിയവ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലൊക്കെ അതിനുശേഷം 20 GB മുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പണം അടയ്ക്കേണ്ടതായി വരും. മൂന്നാമതായൊരു നെഗറ്റീവ്സ് ആണ്. അത് പറയുന്നതിന് മുമ്പായിട്ട്, നമുക്ക് ഈ ക്ലൗഡ് സ്റ്റോറേജുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട്, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഈ തുടങ്ങിയവ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അക്കൗണ്ട് വേണം, അക്കൗണ്ടിന് നമുക്ക് പാസ്വേഡ് വേണ്ടതായിട്ടും വരും. ഈ ഒരു പാസ്വേഡ് മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ, ഹാക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ ക്ലൗഡിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഡേറ്റകൾ, ഫയൽസ്, കാര്യങ്ങൾ മറ്റൊരാൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫയൽ നഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ അശ്രദ്ധ കുറവ് മൂലം മാത്രമേ ഇതുപോലെ ഫയൽസും കാര്യങ്ങളും നമുക്ക് നഷ്ടമാവുകയുള്ളൂ. അല്ലാതെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത്, നെഗറ്റീവ്സ് ഏതൊരു കാര്യം എടുത്താലും അതിന് നെഗറ്റീവ്സ് കാണും. അപ്പോൾ നെഗറ്റീവ്സ് പറയുന്നതിൽ ഒരു നെഗറ്റീവ്സ് ആണ് ഇത്. ക്ലൗഡ് സ്റ്റോറേജിലേക്ക് നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട ഫോണിലെടുത്ത ഷൂട്ട് ചെയ്ത വീഡിയോസ്, ഫയൽസ് എല്ലാം അതിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കുറയുന്നില്ല എന്നുള്ളതാണ്. അതേ സെയിം ക്വാളിറ്റി തന്നെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫയൽസും കാര്യങ്ങളും അതിലേക്ക് ആക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഗൂഗിൾ ഡ്രൈവ്, മെഗാ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരാളുടെ അക്കൗണ്ടിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ഫോണിൽ എത്രമാത്രം ക്വാളിറ്റിയിലാണ് നമ്മളൊരു ഫോട്ടോ എടുത്തത് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തത്, അതേ ക്വാളിറ്റിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൊബൈലിലും ആ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ്, മറ്റ് ഫയൽസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യുഗത്തിലെ ഒരു ഡിജിറ്റൽ ലോക്കർ എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കുന്നത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ്. അതിനായിട്ട് നിങ്ങൾ
പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ഡ്രൈവ് എന്ന് സെർച്ച് ചെയ്യുക. അവിടെ ഡ്രൈവ് എന്നത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് മെഗ എന്ന് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ മെഗ എന്ന് സെർച്ച് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഡ്രൈവിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം അവിടെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് അവിടെ അപ്ലോഡ് കാണാം. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽസ്, വീഡിയോസ് എല്ലാം അതിലേക്ക് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് മെഗായിലും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് ഇതേപോലെ തന്നെയാണ് അതിലും എന്നുള്ളത്. ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുകയാണ്. ഇതൊരു ഓൺലൈൻ സ്റ്റോറേജ് സിസ്റ്റമാണ്. രണ്ടാമതായി, നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കേടാവുകയാണെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പുതിയൊരു ഫോണിലേക്ക് മാറുമ്പോൾ പഴയ ഫോണിലെ ഡേറ്റകൾ പെട്ടെന്ന് തന്നെ ഈ ഫോണിലേക്ക് കിട്ടുന്നതാണ്. മൂന്നാമതായി, നിങ്ങളുടെ നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ മറ്റു ഫയൽസ് കംപ്രസ് ചെയ്യാതെ തന്നെ റോ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ റോ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനമായി, ഇതൊരു ഡിജിറ്റൽ ലോക്കർ ആണുള്ളത്. എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.